നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ ഇസ്രായേലിലെ റമോൺ രാജ്യാന്തര വിമാനത്താവളത്തിൽ യമനിലെ ഹൂതികളുടെ ഡ്രോൺ ആക്രമണം. 2 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ വിമാനത്താവളം അടച്ചിടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. വിമാനത്താവളത്തിന്റെ പ്രവേശന കവാടത്തിലായിരുന്നു ഡ്രോൺ പതിച്ചത്. മറ്റു ഡ്രോണുകൾ ഇസ്രായേൽ സേന വെടിവെച്ചിടുകയും ചെയ്തു. മെയ്യിൽ ടെൽ അവീവിലെ ബെൻ ഗുരിയോൺ രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെയുണ്ടായ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. തിരിച്ചടിയായി യമൻ തലസ്ഥാനമായ സനായിലെ രാജ്യാന്തര വിമാനത്താവളം ഇസ്രായേൽ ബോംബിട്ട് തകർത്തിരുന്നു. യമനിലെ ഹൂതി വിമതർ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളത്തിന് നേർക്ക് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഡ്രോണുകൾ പതിച്ചതിനെ തുടർന്ന് വിമാന ഗതാഗതം തടസ്സപ്പെട്ടു. റാമോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ഹാളിൽ ഡ്രോൺ പതിച്ചു. ഒരാൾക്ക് നിസാര പരിക്കേറ്റു. നിരവധി ഡ്രോണുകൾ ഹൂതികൾ അയച്ചിരുന്നു, പക്ഷേ അവയിൽ വലിയ അളവും ആകാശത്ത് വെച്ച് തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചു. തെക്കൻ ഇസ്രായേലിലെ ഏലാത്ത് നഗരത്തിനടുത്താണ് റാമോൺ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഷെല്ലുകൾ തെറിച്ച് ഒരാൾക്ക് നിസാര പരിക്കേറ്റു. ഇസ്രായേൽ അധികൃതർ ഈ കാര്യമൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണത്തെ തുടർന്ന് വിമാനത്താവളത്തിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യമുണ്ടായി. 2019 തുറന്നതാണ് റാമോൺ വിമാനത്താവളം. ഈ ആക്രമണത്തിൽ ഒരു വലിയ രീതിയിലുള്ള സൈനിക മുന്നേറ്റമാണ് ഉണ്ടായത്. ഹൂതികളുടെ മാധ്യമ വിഭാഗം ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നതിനെ ഒരു വലിയൊരു സൈനിക മുന്നേറ്റം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. ശത്രുക്കളുടെ വിമാനത്താവളങ്ങൾ സുരക്ഷിതമല്ലാത്തതിനാൽ വിദേശികൾ അവ ഉപേക്ഷിച്ച് സ്വന്തം സുരക്ഷ ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ്. ഇസ്രായേലിലെ മറ്റു പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളും തങ്ങളുടെ ആക്രമണ ലക്ഷ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൂതി ഭരണകൂടത്തിലെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹിബിയെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളെയും ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. മിസൈലുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇതുവരെയുള്ള ഇസ്രായേൽ US സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ട ഏറ്റവും ഉയർന്ന ഹൂതി നേതാവാണ് അൽ റഹിബി. ഈ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേലിനെതിരെയും ചെങ്കടൽ ഷിപ്പിംഗ് റൂട്ടുകൾക്കെതിരെയും ആക്രമണം ശക്തമാക്കുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റു ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ചെങ്കടലിലെ ഇന്റർനെറ്റ് കേബിളുകൾ തകർക്കപ്പെട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് ചെയ്തത് ഹൂതികളാണെന്ന സംശയം ശക്തമാവുന്നുണ്ട്. ഹൂതികൾ ഈ ആരോപണം നിഷേധിക്കുകയും ചെയ്തു. അതിനിടെ ഗാസ സിറ്റിയിൽ സൈനിക നടപടികൾ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ സിറ്റിയിലെ അവസാനത്തെ ശക്തി കേന്ദ്രങ്ങളിൽ ഇറാൻ അച്ചുതണ്ടിന്റെ കഴുത്ത് ഞെരിക്കാനുള്ള ശ്രമമാണ്, അതായത് അത്രയും തകർക്കുക അല്ലെങ്കിൽ നശിപ്പിക്കാനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്, അതാണ് ഞങ്ങളുടെ ഈ സൈനിക മുന്നേറ്റം എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിക്കുന്നത്. 100,000-ലധികം പലസ്തീനികൾ ഗാസ സിറ്റിയിൽ നിന്ന് പലായനം ചെയ്തുവെന്നും ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെടുന്നു. അതേസമയം വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഈജിപ്തിൽ നിന്നും ഖത്തറിൽ നിന്നുമുള്ള മധ്യസ്ഥർ 60 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി ആ ഒരു വിഷയത്തോട് പ്രതികരണം നടത്തിയിട്ടില്ല. നിലവിൽ 48 ബന്ദികളാണ് ഗാസയിലുള്ളത്. അതിൽ 20 പേർ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന നീക്കമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് രാജ്യത്തിനകത്ത് ജനങ്ങളിൽ നിന്ന് തന്നെ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷേ നെതന്യാഹു ഈ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല ഇതുവരെ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തെക്കൻ ഇസ്രായേലിലെ റാമോൺ വിമാനത്താവളത്തിലേക്ക് യമനിലെ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.